ബയോഗ്യാസ് ഉണ്ടാക്കാൻ 1000 ലിറ്ററിൻ്റെ ഒരു കറുത്ത ടാങ്ക് വാങ്ങുക. അതിനുശേഷം അതിന് ഒരു മെയിൽ അഡാപ്റ്ററും ഒരു ഫീമെയിൽ അഡാപ്റ്ററും ഉപയോഗിച്ച് സ്ലറിക്ക് വേണ്ടിയിട്ടും നമ്മുടെ വേസ്റ്റ് ഇൻപുട്ടിന് വേണ്ടിയിട്ടും 2 തുളകൾ മേലെ ഗ്യാസ് ടാങ്കിൻ്റെ മേലെയും സൈഡിലും ഉണ്ടാക്കുക. അതിനുശേഷം അതിലോട്ടൊരു ബെൻഡ് ഇട്ടിട്ട് സ്ലറി പോകാൻ വേണ്ടി ഏകദേശം നടുഭാഗത്തുനിന്ന് 4 ഇഞ്ച് പൈപ്പിൽ ഔട്ട്ലെറ്റ് എടുക്കുക. ഇൻപുട്ടിന് വേണ്ടിയിട്ട് ടാങ്കിൽ നിന്നൊരു 2 അടി മുകളിലോട്ട് കണക്ഷൻ കൊടുക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം ഗ്യാസ് വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ടാങ്ക് കണക്ടർ ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും പൊങ്ങിയ ഭാഗം അടപ്പാണെങ്കിൽ അടപ്പിൽ ഒരു തുളയിട്ടിട്ട് ടാങ്ക് കണക്ടർ ഫിറ്റ് ചെയ്യുക. ഇത് ഗ്യാസ് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിൽ വെള്ളം നിറച്ച് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ടാങ്കിൻ്റെ സ്റ്റെബിലിറ്റി വെച്ച സ്ഥലത്ത് വാട്ടർ ലെവലാണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ടാങ്ക് അടച്ചതിന് ശേഷം ഫെവിക്വിക്കും സിമെൻറ്റും ഉപയോഗിച്ച് നന്നായിട്ട് സീൽ ചെയ്യുക. സീൽ ചെയ്യുന്നതിന് മുമ്പ് അടപ്പിൻ്റെ മേലെ നല്ല ഭാരം കയറ്റി വെക്കണം, ഇല്ലെങ്കിൽ ഗ്യാസ് വരുമ്പം ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അതിൽ വീണ്ടും നമ്മൾ ചാണകം ഒഴിക്കുന്ന സ്ഥലത്തോടെ വെള്ളം ഒഴിച്ച് അതിൽ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വീണ്ടും ലീക്ക് ഉണ്ടെങ്കിൽ ഇതേപോലെ ലീക്ക് ഉണ്ടെങ്കിൽ അതിൽ വീണ്ടും ക്വിക്ക് ഫിക്സും സിമെൻറ്റും ഉപയോഗിച്ച് ക്വിക്ക് ഫിക്സ് ആദ്യം തേക്കുക, അതിൻ്റെ മുകളിലോട്ട് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അത് തുടച്ചതിന് ശേഷം വീണ്ടും ക്വിക്ക് ഫിക്സ് ഇട്ടിട്ട് ആ സിമെൻറ്റ് നന്നായിട്ട് ടൈറ്റ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. റാൾഡൈറ്റ് എംസിലൊക്കെ ഉപയോഗിച്ചാൽ അത് പരാജയമായിരിക്കും. അപ്പോൾ ഇങ്ങനെ എക്സസൈസ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇത് ഗ്യാസ് കളക്ടറാണ്. ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്യാസ് കളക്ടറാണ്. അതിന് ഇരുമ്പിൻ്റെ ഒരു ഡ്രം, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ഡ്രം, പിന്നെ ഒരു ഗൈഡ് റെയിലുമാണ് വേണ്ടത്. ഈ ഗൈഡ് റെയിൽ ഇത് ഗ്യാസ് വരുമ്പം ഈ ഗ്യാസ് കളക്ട് ചെയ്യുന്ന ടാങ്ക് നേരെ പൊന്താൻ വേണ്ടിയിട്ടാണ്, ചെരിഞ്ഞ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അടി കോൺക്രീറ്റ് ഇട്ടിട്ട് ഈ ബൈലറിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ചതിന് ശേഷം ഈ ഗൈഡ് റെയിൽ അതിൻ്റെ അത് ഇടുക. അത് ഏകദേശം നടുഭാഗത്തായിട്ടോട്ട് വെക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ നടുഭാഗത്തായിട്ട് വെച്ചിട്ട് ഗൈഡ് റെയിൽ ഏകദേശം നടുക്കാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഈ ഗ്യാസ് ചേമ്പറിൽ 2 തുളകൾ ഉണ്ടാക്കുക, 3 തുളകൾ ഉണ്ടാക്കുക. 2 ഗ്യാസ് ഒരെണ്ണം ഉള്ളിലോട്ട് വരാനും അതിനുശേഷം ഒരെണ്ണം പുറത്തോട്ട് പോകുവാനുമാണ്. 3ാമത്തെ തുള ഈ ഗൈഡ് റെയിലിൽ ഫിക്സ് ചെയ്ത് ഗൈഡ് റെയിലിൽ കൂടെ ഇത് മേലോട്ടും താഴോട്ടും പൊന്താനും താഴാനുമാണ് ഗ്യാസ് വരുന്നതനുസരിച്ച്. അത് ഗൈഡ് റെയിലിനുള്ളത് ഏകദേശം 1.5 ഇഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കി 2ഉം 1/2 ഇഞ്ചിൻ്റെ ടാങ്ക് കണക്ടർ ഉപയോഗിച്ചാണ് സീൽ ചെയ്തേക്കുന്നത്. അതിനുശേഷം ഈ ടാങ്ക് മെല്ലെ ഈ ഡ്രമ്മിലെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് 2 വാൾവും തുറന്നു വിടുക. വാൾവ് 2ഉം തുറന്നു വിട്ട് കഴിയുമ്പോൾ ഇത് പതിയെ താഴും. അന്നേരം ഇതിന് വലിയ ലീക്ക് ഉണ്ടോ എന്ന് ഭാരം കയറ്റി വെച്ച് കുറച്ച് സോപ്പ് വെള്ളം ഉപയോഗിച്ച് ഇതിന് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഗ്യാസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം ഔട്ട്ലെറ്റ് വീട്ടിലോട്ട് എടുക്കാനുള്ള പൈപ്പ് കണക്ട് ചെയ്യുക. ഈ ടാങ്കിൽ നിന്ന് നമ്മൾ കൊടുത്തേക്കുന്ന കണക്ഷൻ ഇതിലോട്ടും കണക്ട് ചെയ്യുക. ഇതിന് ഇടയ്ക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഫിൽറ്റർ വെക്കാവുന്നതാണ്. അതിന് ശേഷം ഇത് അടുക്കള വേസ്റ്റ് ഉപയോഗിക്കണം, എന്ത് വേസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലും 1/2 ടാങ്ക് ചാണകം നിറയ്ക്കേണ്ടതാണ്. വീണ്ടും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 14 ദിവസത്തിന് ശേഷം എന്തെങ്കിലും ലീക്ക് ഉണ്ടോ, ഗ്യാസ് വരുന്നില്ലെങ്കിൽ ലീക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ലീക്ക് നിങ്ങൾ വീണ്ടും ഇതേപോലെ ഗ്ലൂ ഇട്ട് അടയ്ക്കണം. ഇപ്പോഴും ആദ്യം ചാണകം ഉപയോഗിച്ചുകൊണ്ട് വേണം ബയോഗ്യാസ് പ്രവർത്തിക്കാൻ തുടങ്ങാൻ, ഇല്ലെങ്കിൽ ഗ്യാസ് വരില്ല. അതിനുശേഷം നിങ്ങളുള്ള സ്ഥലത്ത് 30 ഡിഗ്രി സെൽഷ്യസിന് മേലെയാണ് ഉള്ളതെന്ന് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമേ ഗ്യാസ് ഉൽപ്പാദനം തുടങ്ങുകയുള്ളൂ. നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് വെക്കണം ഈ ടാങ്ക്. ശേഷം ഒരു ബബിളർ ഫിറ്റ് ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിലെ പ്രഷറും മറ്റേ പ്രഷറും ഈക്വൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ടാങ്കിലെ പ്രഷർ കുറവായിരിക്കാൻ ഒരു ബബിൾ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം, ഗ്യാസ് വരും. പിന്നെ ഗ്യാസ് സ്റ്റൗ, ബയോഗ്യാസിൻ്റെ സ്റ്റൗ വാങ്ങിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ കത്തുന്നൊരു ഗ്യാസാണ്. ഇതിൽ വലിയ മണ വ്യത്യാസം, ചീഞ്ഞ മുട്ടയുടെ മണമുണ്ടെങ്കിൽ നിങ്ങളൊരു ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ഫിൽറ്റർ ഒരെണ്ണം ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നന്ദി. താങ്ക് യു.